ഞാൻ ഒരു പുതിയ ഫാം തുടങ്ങുന്ന വ്യക്തി നമ്മളെ സമീപിച്ച് നമ്മൾ പറയാറുള്ളത് ഒന്നാമത് ഈ ഫാം മേഖല എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. 400 ലിറ്റർ പാലുണ്ട്. 20 ലിറ്റർ മേലെ പാല് കിട്ടുന്ന പശുക്കളെ നമ്മൾ നിർത്താറുള്ളൂ. രവീന്ദ്രൻ. ഞാൻ ശരിക്കും സർക്കാർ സർവീസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ 2015 ഞാനൊരു 4 പശുവിനെ മേടിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെയാണ് ഫാം പിന്നെ 6 പിന്നെ 8 അങ്ങനെ വിപുലീകരിച്ചപ്പോൾ ഈ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ കറവ പശുക്കൾ കുറവാണ്. എനിക്ക് അവിടെ എബിളിയാണ്. അവിടെ 300 ലിറ്റർ മേലെ പാലുണ്ട് ദിവസം. പശുക്കളുടെ എണ്ണം നോക്കുമ്പോൾ ഒരു 40 വലിയ പശുക്കളുണ്ട്. പിന്നെ കുട്ടികൾ വേറെ ഉണ്ട്, പണിക്കാരുണ്ട്. അവിടെ ഒരു നേപ്പാളി ഫാമിലി ഉണ്ട്, ഇവിടെ ഒരു നേപ്പാളി ഫാമിലി ഉണ്ട്. ഡെയിലി ഞാൻ ഇപ്പോൾ ഇവിടെ കറവ പശുക്കൾ കുറവായതുകൊണ്ട് വലിയ പ്രോബ്ലംസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കൽ വരും ഇവിടേക്ക്. ഇവിടെ പണിക്കാരാണ് ഫുള്ള് കാര്യങ്ങൾ നോക്കുന്നത്. ആഴ്ചയിലൊരു ദിവസം ഇവിടെ വരും. 1-2 ദിവസങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വരും. ബാക്കി ഫുൾ കാര്യങ്ങൾ നോക്കുന്നത് ഇവരാണ്. ഈ 2 പേരാണ് നോക്കുന്നത്. 2016 കാലഘട്ടത്തിലാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ പശുക്കളെയും കൊണ്ട് വന്നതാണ്. ഇപ്പോഴാണ് വിപുലീകരിച്ച് ഈ ലെവലിലേക്ക് ഞാൻ സർവീസിൽ നിന്ന് റിട്ടയറായി. 2022 റിട്ടയറായി. അതിനുശേഷമാണ് ഞാൻ വിപുലീകരിച്ച് ഇവിടെ ഫാം തുടങ്ങിയത്, അവിടെ വിപുലീകരിച്ചത്. ഡയറി ഫാം തുടങ്ങണം എന്നുള്ള ആഗ്രഹം നേരത്തെ ഉണ്ട്. അത് അങ്ങനെ ഒരു പശു ചെറുപ്പം മുതലേ വീട്ടിൽ 1-2 പശുക്കളൊക്കെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായിരുന്നു. സർവീസ് ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ഒരു മോഹമൊന്നും ഉണ്ടായില്ല. പിന്നെ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ നേരം പോക്ക് എന്നുള്ള ലെവലിലേക്ക് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്നു വരാമെന്ന് ആലോചിച്ചതും ഇങ്ങനെ കടന്നു വന്നതും. ഫാം തുടങ്ങിയപ്പോൾ വെല്ലുവിളി ഒന്നാമത് പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, പിന്നെ അതിന് ട്രീറ്റ് ചെയ്യാൻ വരുന്ന ഭയങ്കരമായിട്ടുള്ള ചികിത്സാ ചെലവ്, ഇതൊക്കെയാണ് ഏറ്റവും ആദ്യമായിട്ട് നേരിട്ട വെല്ലുവിളി. കാരണം ഒരു പുതിയ ഫാം തുടങ്ങുമ്പോൾ പൊതുവേ എല്ലാ ഫാമിലും നടത്തിപ്പുകാരും പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ അസുഖങ്ങൾക്കെല്ലാം കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല ലെവലിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു ഫാമിലേക്ക് കയറി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, വലിയൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ പെട്ടെന്ന് 1-2 ഫാമുകൾ പോയി കാണുന്നു. കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ നടത്തിപ്പ് കാണുന്നു, അതിൻ്റെ അവിടുത്തെ രീതികൾ കാണുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഫാം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പശുക്കളെ വാങ്ങി ഒരു ഫാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത് ഈ ഫാം മേഖല എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വന്നാൽ മാത്രമാണ് നമുക്ക് ഫാമിനെ ഒരു ആദായകരമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. തുടക്കത്തിലെ തന്നെ നമ്മൾ കുറേ പശുക്കളെ വാങ്ങി ഒരു ഫാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ഡ്രോബാക്സ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതുണ്ട്. അപ്പോൾ പലരും അതിൽ നിന്ന് പിന്തിരിയുന്നുണ്ട്. ഒരുപാട് പേരെ നമുക്ക് തന്നെ വ്യക്തിപരമായിട്ട് അറിയാം. ഫാം 10-15 ഒരു ഷെഡ് കെട്ടി 10-15 പശുക്കളെ കൊണ്ട് കെട്ടുകയും പിന്നെ ഒരു തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും അതിന് പശുക്കളെ പിടിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു. പക്ഷേ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞങ്ങളെപ്പോഴും ഞാൻ ഒരു പുതിയ ഫാം തുടങ്ങുന്ന വ്യക്തി നമ്മളെ സമീപിച്ച് നമ്മൾ പറയാറുള്ളത്, നിങ്ങൾ ഒരു ഷെഡ് കെട്ടിയിട്ട് വളരെ ചുരുങ്ങിയ പശുക്കളെ 3-4 പശുക്കളെ മാത്രം കെട്ടി അതിൽ നിന്ന് പഠിച്ചിട്ട് വളർത്തി വലിയ ഫാമുകളാക്കി കൊണ്ടുവരാൻ നമ്മൾ പറയാറുള്ളൂ. കാരണം പൊതുവേ കണ്ടുവരുന്ന വിജയിക്കുന്ന ഫാമുകളെല്ലാം ആ രീതിയിൽ കണ്ടുവന്നതാണ്. പെട്ടെന്നൊരു ഷെഡ് കെട്ടി 10-20 പശുക്കളെ കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ഈ പശുക്കളുടെ രീതികൾ അറിയില്ല, അല്ലെങ്കിൽ അതുപോലെ നല്ല എക്സ്പേർട്സായ പണിക്കാരെ നമുക്ക് കിട്ടണം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നമ്മളെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ നമുക്ക് ലേബേഴ്സിൻ്റെ പ്രശ്നമാണ്. ആ ലേബേഴ്സ് നമുക്ക് ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. പുതുതായിട്ട് തുടങ്ങുന്ന ഫാമുകാരെ സംബന്ധിച്ച് ഈ ലേബർ പ്രോബ്ലമൊക്കെ വളരെ വലുതായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അങ്ങനെയാണ് പല ഫാമും കൂട്ടിപ്പോണത്. ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ നമ്മളിതിനെക്കുറിച്ച് പഠിച്ചു. എന്താണ് പശുക്കളെന്നും അവരുടെ ജീവിത രീതി എന്താണെന്നും അവയ്ക്ക് കൊടുക്കേണ്ട ഭക്ഷണ രീതി എന്താണെന്നും
എല്ലാം പഠിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾക്ക് ചെറിയൊരു ലാഭത്തിലേക്ക് ആയി വന്നത്. ആദ്യമൊക്കെ നഷ്ടത്തിൽ തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. കാരണം അന്ന് പിന്നെ എനിക്കും കൂടുതൽ മേഖലയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാനൊരു സർവീസ് ഉണ്ടായിരുന്ന വ്യക്തി ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നെ റിട്ടയറായി ശരിക്കും ഇവരുടെ കാര്യങ്ങൾ പഠിച്ചു. ആ മേഖലയിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ മുഴുകി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കന്നുകാലികളുടെ കാലിത്തീറ്റകളുടെ വിലയും അതുപോലെ തന്നെ മെഡിസിൻ്റെ വിലയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് അല്ലാത്ത പ്രശ്നത്തെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പശുവിനെ കാണുമ്പോൾ തന്നെ ഒരു എനർജി, നല്ല ആരോഗ്യമുള്ളൊരു പശുവാണെന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. കാരണം ഒന്ന് നടത്തി പശുക്കൾ കാണുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന പശുക്കളിൽ നമ്മൾ പരമാവധി ഞാൻ പൊതുവേ പിന്നെ ആദ്യത്തെ പ്രസവം കന്നി പശുക്കളെയാണ് ഞാൻ കൂടുതൽ വാങ്ങാറുള്ളത്. 2 or 3 പ്രസവിച്ച പശുക്കളെ ഞാൻ ഒരിക്കലും വാങ്ങാറില്ല. അപ്പം തന്നെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം എനിക്ക് നേരിട്ടേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആരോഗ്യമുള്ളൊരു പശുവിനെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പശുവിനെ സെലക്ട് ചെയ്യലാണ് ഏറ്റവും വലിയ ഒരു ഫാമിൻ്റെ വിജയം എന്ന് പറയുന്നത്. അത് ആ രീതിയിൽ നോക്കി സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രാവിലെയും വൈകിട്ടും EMR, ചോളപ്പൊടി, അതുപോലെ തന്നെ മിക്സ് പൗഡർ, അതുപോലെ തന്നെ കാലിത്തീറ്റ ഫീഡ്, ഇതാണ് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ ചോളം കട്ട് ചെയ്ത് ചോളം പുല്ല് കൂടെ മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കും. കുടിക്കാനുള്ള വെള്ളം അവയ്ക്ക് തന്നെ ഇതിൽ തന്നെ പുൽത്തൊട്ടിൽ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം അവ കുടിച്ചുകൊള്ളും. പശുക്കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുട്ടികളെ നമുക്ക് നിർത്താൻ പറ്റില്ല. പശുക്കുട്ടികളെ നമ്മൾ നല്ല ഇനം ഒരു 30 കിലോ വെയിറ്റിൽ മേലേക്കുള്ള പശുക്കുട്ടികളെയാണ് നിർത്തുക. പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ അവയെ നമ്മൾ ചെറുപ്പം മുതലേ പാല് കൊടുത്ത് തന്നെയാണ് പരിപാലിക്കുന്നത്. പിന്നെ കാഫ് സ്റ്റാർട്ടർ 10 ദിവസം കഴിയുമ്പോൾ തന്നെ കാഫ് സ്റ്റാർട്ടർ കൊടുത്തു തുടങ്ങും. അങ്ങനെയാണ് പരിപാലിച്ച് പോരുന്നത്. പാലും കാഫ് സ്റ്റാർട്ടറുമാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പ്രേബും രേവതിയും കുട്ടികളുണ്ട്. അവർ അത് നേപ്പാളിൽ പഠിക്കുകയാണ്. അവരിപ്പോൾ വന്നിട്ടിപ്പോൾ 1 വർഷം ആയി ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് ഇവരാണ്. ഞാൻ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ച 2 ദിവസം കൂടിയാണ് വരിക. ബാക്കി മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നവരാണ്. 4 മണിക്ക് എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേറ്റ് ഫാമിലേക്ക് ഇറങ്ങും. പിന്നെ വാഷ് ചെയ്യും, ഫുള്ള് വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് തീറ്റ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കറക്കാൻ തുടങ്ങും. കറവ തുടങ്ങി കഴിഞ്ഞ് സൊസൈറ്റി വണ്ടി ഇവിടെ വരുന്നുണ്ട് പാലെടുക്കാൻ. അത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പുല്ലും ചോളവും കൊടുക്കും. അങ്ങനെയാണ് ഇവരുടെ. പിന്നെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് വീണ്ടും ഫാമിലേക്ക് വരും. ഉച്ച കഴിഞ്ഞത്തെ വർക്ക് കഴിയും. അങ്ങനെയാണ് ഇവരുടെ ദിനചര്യ പോകുന്നത്. പിന്നെ 6:30 സ്റ്റാർട്ട് ചെയ്യും. 7:30 വന്ന് പാലെടുക്കും. പിന്നെ വൈകിട്ട് 3:30 കറവ സ്റ്റാർട്ട് ചെയ്യും. 3:45 5 മണിക്ക് പാല് വന്നെടുക്കും. അങ്ങനെയാണ് പൊതുവെ ഇവിടെ 2 നേരം പാലെടുത്തുകൊണ്ട് സൊസൈറ്റി വണ്ടി ഇവിടെ വന്ന് പാലെടുത്തിട്ട് പോകുന്നത്. 400 ലിറ്റർ പാലെടുക്കും ദിവസം. HF നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യുക. നാടൻ എന്ന് പറയുമ്പോൾ നമുക്ക് വളർത്തിയാൽ നമുക്ക് ഒരു വിധത്തിലും പാല് കുറവാണല്ലോ നാടൻ പശുക്കളിൽ. ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാം നടത്തുന്നത്. സ്വാഭാവികമായിട്ടും HF പശുക്കളാണ്. പിന്നെ ജേഴ്സി വളരെ കുറച്ച് നല്ല പാല് കിട്ടുന്നതിനാണ് ഈ സെലക്ട് ചെയ്യാറുണ്ട്. കൂടുതലും HF തന്നെയാണ്. 20 ലിറ്റർ മേലെ പാല് കിട്ടുന്ന പശുക്കളെ നമ്മൾ നിർത്താറുള്ളൂ ഫാമിൽ, അല്ലെങ്കിൽ നഷ്ടത്തിൽ പോകും. അതുകൊണ്ട് 20 ലിറ്റർ, ഏറ്റവും കുറവ് 20 ലിറ്ററെങ്കിലും കിട്ടിയിരിക്കണം നമുക്കൊരു പശുവിൽ. എങ്കിൽ മാത്രമേ നമുക്ക് ഫാം ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ.